രാഷ്ട്രീയ ഭരണ രംഗങ്ങളിലും കോർപ്പറേറ്റ് മേഖലകളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ഒപ്പം നിയമയുദ്ധങ്ങൾക്കും വഴിവെച്ച ഒന്നാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും ഉൾപ്പെട്ട മാസപ്പടി കേസ്. കൊച്ചി ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും സിന്തറ്റിക് റൂട്ടൈൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയായ CMRL വീണയ്ക്കും അവരുടെ എക്സാലോജിക് കമ്പനിക്കും യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ 1.72 കോടി രൂപയോളം കൈമാറി എന്നതാണ് ഈ കേസിലെ പ്രധാന ആരോപണം. എക്സാലോജിക് കമ്പനിക്ക് എന്തിനാണ് CMRL ഇത്രയും വലിയ തുക നൽകിയത് എന്ന ചോദ്യമായിരുന്നു ഇടത് സർക്കാരിനെ തന്നെ സംശയനിഴലിലാക്കിയത്. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നീ തീരദേശ മേഖലകളിൽ കരിമണൽ ഖനനം നടത്തുന്നതിനായി CMRL വൻതോതിൽ ഭൂമി വാങ്ങിയിരുന്നു. എന്നാൽ തീരദേശ സംരക്ഷണ നിയമങ്ങളും പ്രാദേശികമായ എതിർപ്പുകളും കാരണം കമ്പനിക്ക് ഇവിടെ ഖനന അനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോട് കമ്പനിയുടെ പ്രൊമോട്ടറായ ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ആരോപണം. ഇങ്ങനെ ഒരു ഉന്നതതല ഇടപെടലിന് തൊട്ടു പിന്നാലെയാണ് വീണയ്ക്ക് CMRL നിന്നും പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നത്. 2016 ഡിസംബർ 20 കത്തിന് പിന്നാലെ 2017 മാർച്ച് 2 എക്സാലോജിക് കമ്പനിയുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ പരിപാലന കരാറിലും ഏർപ്പെട്ടു. റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നായിരുന്നു പ്രധാന ആരോപണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇടപെടലുകളാണ് കേസിന് ഗതിവേഗം നൽകിയത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കമ്പനിയുടെ പണമിടപാടുകളിലൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രേഖപ്പെടുത്തിയത്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾക്ക് ആധാരമായ സോഫ്റ്റ്വെയർ പരസ്യങ്ങളോ ആശയവിനിമയങ്ങളോ കരാറുകളുടെ കൃത്യമായ പകർപ്പുകളോ ഹാജരാക്കാൻ 2 കമ്പനികൾക്കും സാധിച്ചിട്ടില്ല. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരി പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188 നഗ്ന ലംഘനമാണ് എന്നും കണ്ടെത്തി. മാസപ്പടി വിവാദത്തിൽ ആദ്യമായി ശക്തമായ നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങിയത് ഷോൺ ജോർജാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയെന്ന് കാണിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിച്ചതും ഇദ്ദേഹമാണ്. ഷോൺ ജോർജ് നൽകിയ ഹർജികളെയും പരാതികളെയും തുടർന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും വീണ വിജയനെ 11ാം പ്രതിയാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതി ഈ ഹർജി തള്ളുകയാണുണ്ടായത്. BJP നേതാവായ ഷോൺ ജോർജ് വിഷയത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിക്കുന്നു. തുടർന്ന് 2024 ജനുവരി 31 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് SFIO അന്വേഷണം ആരംഭിക്കുന്നു. 2025 ഏപ്രിലിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വീണയെ 11ാം പ്രതിയാക്കി തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സെക്ഷൻ 447 പ്രകാരമാണ് SFIO കേസെടുത്തത്. പ്രധാനമായും CMRL നിന്ന് ലഭിച്ച പണം വീണ തന്റെ വ്യക്തിഗത ബാധ്യതകൾ തീർക്കാനെ വകമാറ്റി എന്ന കുറ്റപത്രം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തോടുണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാനാണ് എക്സാലോജിക് ഈ പണം വിനിയോഗിച്ചത്. പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് ഇത്തരത്തിൽ വകമാറ്റിയത് വഴി CMRLന് സാമ്പത്തിക നഷ്ടമുണ്ടായതായും SFIO കണ്ടെത്തി. ചെന്നൈയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചതായി SFIO പറഞ്ഞു. എന്നാൽ ഇത് വെറും അടിസ്ഥാനരഹിതമായ പ്രചാരണം മാത്രമാണെന്ന് പറഞ്ഞ് വീണ തള്ളിക്കളയുകയായിരുന്നു. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ RBI, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, NCLT എന്നിവർക്ക് തുടർ നടപടികൾക്കായി SFIO കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിക്കുകയായിരുന്നു. ITISB കണ്ടെത്തലുകളുടെയും SFIO നടപടികളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED 2024 ഏപ്രിലിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ വേളയിൽ ED ഉദ്യോഗസ്ഥർ തങ്ങളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതായി CMRL സീനിയർ ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള, സുരേഷ് കുമാർ എന്നിവർ ആരോപിച്ചു. ഇതേ തുടർന്ന് ചോദ്യം ചെയ്യൽ പ്രക്രിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കുന്നതിനായി ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിച്ചു വെക്കണമെന്ന് ജൂണിൽ കേരള ഹൈക്കോടതി EDയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതോടെ കേസിൽ പ്രതിസന്ധിയിലായ സർക്കാരിനെ മുഖ്യമന്ത്രിയും പ്രതിരോധിക്കാൻ CPM നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് CPM തങ്ങളുടെ പാർട്ടി കാഡർമാർക്കായി 2024 ഫെബ്രുവരിയിൽ ഒരു വിശദീകരണ ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു നീക്കമായിരുന്നു അത്. മുമ്പ് സമാനമായ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി പുലർത്തിയ മൗനം പക്ഷേ ഈ കേസിൽ തിരുത്തപ്പെടുകയായിരുന്നു.
തുടർന്നു. ഈ ലഘുലേഖയിൽ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നും സ്വർണ്ണക്കടത്ത് കേസ് ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ തുടർച്ചയാണിതെന്നും ആരോപിച്ചു. എന്നാൽ ഈ ലഘുലേഖയിൽ എവിടെയും വീണയുടെയോ CMRR കമ്പനിയുടെയോ പേര് പരാമർശിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ED വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലാണ് കേരളം. ന്യൂസ് ഡെസ്ക് കർമ്മ.